എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചില സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇന്ന് ഓരോ കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഉത്കണ്ഠയോടെയാണ്. കാരണം വരും തലമുറയെ ഓർത്ത് ഒരുപാട് വിഷയങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായ രീതിയിൽ തൻ്റെ മേഖല ഏതെന്ന് പലപ്പോഴും കുട്ടികൾക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ പല മൊബൈൽ അഡിക്ഷനും അല്ലെങ്കിൽ അടുത്തത് എന്ത് എന്നറിയാതെ മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരുപാട് ജനതയെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ സെൻറ്ററിലേക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഭാവി എന്തെന്ന് അറിയില്ല. അപ്പം ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം എന്താ? അവനവൻ്റെ ഉള്ളിലുള്ള മനസ്സിൻ്റെ സാധ്യതകളെ, കഴിവുകളെ അറിയാതെ പോകുന്നതാണ്. അത്തരത്തിൽ പല പ്രശ്നങ്ങളുമായിട്ടും എന്നെ സമീപിക്കുമ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും അവരിലെ ചില കഴിവുകൾ അതെടുത്ത് കാട്ടിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ശോഭനമായൊരു ഭാവി അവർക്കുണ്ടാകും. അത്തരത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതുലിനെയാണ്, അതുലിൻ്റെ അമ്മയാണ്. അപ്പം അതുലുമായിട്ട് അതിലിൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് വരുന്നത്. അതുലിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് ഫിയർ, എല്ലാത്തിനും ഒരു ഉത്കണ്ഠ, ഭയം, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രയോഗത്തിൽ വരുന്നത് എന്നാണ് സാധിക്കുക. പിന്നെ കുറച്ച് മൊബൈലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഭാവി തന്നെ നാശമായിട്ട് കുടുംബത്തോടെ വിഷമത്തിലായി. അത് പരിഹരിക്കാനാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ശോഭനമായൊരു ഭാവിയെപ്പറ്റിയും പുതിയൊരു തൊഴിൽ മേഖലയെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അത് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും വളരെ പെട്ടെന്ന് ജോലി ലഭിക്കാവുന്ന, നല്ല സാലറി ലഭിക്കാവുന്ന, ഏത് എഡ്യൂക്കേഷൻ ഉള്ളവർക്കും എത്താൻ പറ്റുന്നൊരു മേഖലയെപ്പറ്റിയും കൂടെ അറിയുകയാണ്. അറിഞ്ഞു കഴിഞ്ഞാലോ അഭ്യസ്തവിദ്യരായ ഒരുപാട് ആൾക്കാർ ഇന്ന് ലോകമെമ്പാടും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇന്ന് മനസ്സിനെ മാറ്റിക്കൊണ്ട് തൊഴിൽ കർമ്മ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ പലർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുന്നത് മനോമയ ചിന്തകളിലൂടെ മനഃശാസ്ത്ര വിഷയവും ആത്മീയശാസ്ത്രവും ഒക്കെ ആണെങ്കിലും നേരത്തെ മുതലുള്ള എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് HSC സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആണ്. അതിൽ നിന്നാണ് ആ പാഷൻ എന്ന് പറയുന്നത് ഈ സൈക്കോളജിയിലേക്കൊക്കെ വന്നപ്പോഴാണ്, ആത്മീയ ശാസ്ത്രത്തിലേക്ക് വന്നപ്പോഴാണ് ഒരു അഭിനിവേശത്തിൽ ഞാൻ ഫുൾ ടൈം ഇതിൽ നിൽക്കുന്നത്. എന്നാൽ എൻ്റെ കർമ്മപഥം എന്ന് പറയുന്നത്, ഉപജീവനം എന്ന് പറയുന്ന ആദ്യം മുതൽ ഉണ്ടായിരുന്നത് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആണ്. ഏകദേശം 10,000-2000 കമ്പനികളുടെ സേഫ്റ്റി വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുകയും അത് കണക്ക് വിദേശ രാജ്യങ്ങൾക്ക് സേഫ്റ്റി ഓഫീസേഴ്സിനെ മോൾഡ് ചെയ്യുന്ന, HSC ഓഫീസേഴ്സിനെ മോൾഡ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനവും നടത്തിക്കൊണ്ട് പോവുകയാണ് 35-36 വർഷമായി. അപ്പം ഈ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ മാനസിക പ്രശ്നമായിട്ട് വരുന്ന ചെറുപ്പക്കാരെ നല്ലൊരു ഗതി കാട്ടിക്കൊടുക്കാൻ, അവരുടെ ഭാവി ശോഭനമാക്കാനുള്ള കർമ്മം കൂടെ നടന്നു പോരുകയാണ്. അത്തരത്തിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഇന്ന് അതുലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതുൽ ആദ്യമായിട്ട് നിങ്ങൾ കുടുംബത്തോടാണ് വരുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് അതുൽ ഇങ്ങോട്ട് വരാനിടയായത്? എന്തുകൊണ്ടാണ്? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മയുടെ ഇട്ട് കൊടുത്തേ. പേരൻസിനല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അതുല് +2 കഴിഞ്ഞ് പിന്നെ CMAക്ക് പോകണമെന്ന് പറഞ്ഞു. CMAക്ക് പോയി, ഫൗണ്ടേഷൻ പാസ്സായി. അത് കഴിഞ്ഞ് ഇന്റർ എടുത്ത്. പക്ഷേ ഇന്റർ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഫെയിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് വെറുതെ 1 വർഷം നിന്നു. അപ്പോഴും ഞങ്ങൾ പറയണ്ടേ എന്തെങ്കിലും കോഴ്സ് എടുക്ക്. പക്ഷേ അച്ഛനും അമ്മയോ പറയണത് കേൾക്കുന്നില്ല. ആ ഒരു ഇത് അപ്പോഴാണ് സാറിൻ്റെ അത് അനുസരിക്കാത്തതിൻ്റെ കേസ് എന്ന് വെച്ചാൽ അവർ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെപ്പോഴും ഇങ്ങനെ അവരെ പറ്റി അവരുടെ ഭാവിയുടെ ഉത്കണ്ഠ കൊണ്ട് ആ കുട്ടികളോട് ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ട് അവർ മടുത്തു. ഉപദേശങ്ങൾ ആണല്ലോ പലപ്പോഴും പേരൻസ്, അവർക്കറിയുന്ന അതേ ഉള്ളൂ. ഒരാൾ പറയുന്ന മറ്റാൾ കേൾക്കാത്തതെന്ന് വെച്ചാൽ പറയുന്ന ആൾ കേൾക്കുന്ന ആളുടെ ഉള്ളിലില്ല എന്നുള്ളതാണ്. ഓൾറെഡി അവരുടെ ഉള്ളിൽ നമ്മളെപ്പറ്റി ഒരു സങ്കല്പമുണ്ട്, ഇതാ പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ സ്ഥാപനത്തെ സമീപിക്കുമ്പം യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ആവശ്യമുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ മാറ്റം ഉണ്ടായിത്തരും. ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് അപ്പോഴാണ് സാറിൻ്റെ മനോമയ ചിന്തകൾ കാണാൻ തുടങ്ങി ചേട്ടൻ കാണുന്നത്. ചേട്ടൻ എന്നോട്, ചേട്ടൻ പറഞ്ഞിട്ട് കുറച്ച് നാളായി, പക്ഷെ എനിക്ക് അപ്പോഴും സാറിനെ എനിക്ക് വിളിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വിളിക്കണേണ് സാറിനെ. സാറ് പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു, ഇളമക്കരയിൽ വരാൻ പറഞ്ഞു. അപ്പോഴും അതുലിനോട് പറഞ്ഞപ്പോൾ അതുൽ ആദ്യം സമ്മതിച്ചില്ല, പലരും കൂട്ടാക്കില്ല. അതാണ് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്നും പറഞ്ഞിട്ടാണ് അതുലിനെ കൊണ്ടുവന്നത്. അതിൽ വന്ന് ഒക്കെ കഴിഞ്ഞ് പിന്നെ സാറിനോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് കൺവിൻസായി, പുള്ളിക്ക് മനസ്സിലായി അല്ലേ? മാറ്റമുണ്ടായി. അതായത് പലപ്പോഴും നമ്മുടെ ഇവിടേക്ക് വരാൻ മടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരുമായിരിക്കും വല്ല കൗൺസിലിംഗ് വല്ലതും വരുവാണോ, അല്ലെ എനിക്ക് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ, ഇത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ അവരെ എങ്ങനെങ്കിലും ഇനി പേരൻസിന് എന്തെങ്കിലും കാണാനാണെന്നും പറഞ്ഞെങ്കിലും കൊണ്ടുവരൂ. വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ബുദ്ധിയുള്ളവരാണ്, കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് യുവതലമുറ. അപ്പം അതിന് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ. പല പ്രാവശ്യം ചോദിച്ചിരുന്നു, അങ്ങനെ തന്നെയാണോ,
ഇതിങ്ങനെ എന്ന് കിട്ടും. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ക്യൂരിയോസിറ്റി വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിന് നല്ല വിധത്തിലുള്ള ബുദ്ധിയും ബോധവും ഉണ്ട്. അതുകൊണ്ടാണല്ലോ സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ ക്ലാരിറ്റി വരുത്തി എല്ലാം ഈ ഒരു പ്രായത്തിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ക്രിട്ടിക് മൈൻഡ് എപ്പോഴും ഉണ്ടാവും. ഒരു സസ്പെക്ട് ചെയ്തിട്ട് അവരെപ്പോഴും ഒരു കാര്യത്തെ പുറമേ നിന്ന് എടുക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു അതുൽ. പക്ഷെ അതിൽ പലപ്പോഴും പുള്ളിയുടെ സംശയങ്ങൾ ക്ലാരിറ്റി കിട്ടിയപ്പം ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചും ഈ ഒരു മേഖലയെ സംബന്ധിച്ചും കുറച്ച് സമയം പഠിച്ചാൽ മതിയല്ലോ. 1-2 മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തൊഴിലെത്താൻ സാധിക്കുമെന്നും അതിലൂടെ തന്നെ നമുക്കൊരു നല്ല ഏണിംഗ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ റെസ്പെക്റ്റും എവിടെ നിന്നും കിട്ടുമെന്നുള്ള ഒരു ധാരണ, ആ ഉറപ്പ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അങ്ങനെയാണ് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു കേട്ടോ, തിരിച്ചും മറിച്ചുമൊക്കെ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്ത് പോകാനൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്, ആലോചിച്ചിട്ട് വരാനല്ലേ പറഞ്ഞത്, അങ്ങനല്ലേ പറഞ്ഞത്. അങ്ങനെ ആലോചിച്ചിട്ടാണ് അതിൽ ഇവിടെ എത്തുന്നത്. ഇനി അതുലിൻ്റെ എല്ലോട്ടൊന്ന് കൊടുത്തേ. ഓക്കെ, അന്ന് നമ്മൾ പറഞ്ഞ കണക്ക് ഇവിടെ കോഴ്സ് ജോയിൻ ചെയ്തപ്പം ആ പാഠ്യപദ്ധതികൾ ഫോളോ ചെയ്യാനും ഉൾക്കൊള്ളാനും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഇത് പഠനമൊക്കെല്ലാം കഴിഞ്ഞ് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒരു ജോലി ചെയ്യാം, ഈ തൊഴിലേക്ക് എത്തിപ്പെടാമെന്നുള്ള ധൈര്യമൊക്കെ ഇപ്പോൾ ഉണ്ടോ? ധൈര്യമുണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്. വെരി ഗുഡ്. മുമ്പ് അതിൽ എന്തായിരുന്നു പ്രശ്നമായിട്ടാണ് ഇവിടെ വന്നിരുന്നത്? മുമ്പെന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്ന് മടി പിടിച്ചിരുന്ന് ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് ഇരിക്കുമായിരുന്നു. ഓക്കെ. ഭയമുണ്ടായിരുന്നോ പല കാര്യത്തിനും ഉണ്ട് പേടി. ഇപ്പം പുതിയതായിട്ടൊരു കാര്യത്തിന് തുടങ്ങിയെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല, അതിൻ്റെ കുറേ പേടിയും പ്രശ്നങ്ങളും ഉണ്ട്. ആൾക്കാരെ കാണും ഭയമൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജ് ഫിയർ ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ കോഴ്സിലൂടെ പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം ഇരിക്കുമ്പം കോഴ്സെല്ലാം കഴിഞ്ഞല്ലോ നിങ്ങളുടെ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തം അന്നുള്ളത് ഇപ്പോഴും നമ്മൾ മാനസികമായിട്ടുള്ള ഒരു നല്ല വ്യത്യാസമുണ്ട്. കുറച്ച് കോൺഫിഡൻസ് ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ? അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാവുന്നുള്ള ധൈര്യമൊക്കെ ഇല്ലേ? യെസ്. ഓക്കെ. നിങ്ങൾ സ്റ്റഡി വിസിറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലേ ഇത് കഴിഞ്ഞപ്പോൾ ഇവിടെ? സൈറ്റ് വിസിറ്റൊക്കെ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കണ്ടതും പഠിച്ചതും പ്രാക്ടീസ് ചെയ്തൊക്കെ തന്നെയാണോ അവിടെ കാണാൻ സാധിക്കുന്നതൊക്കെ? ഇല്ല, പുതിയതായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റി. ഓക്കെ. അപ്പം ഇനിയിപ്പം മുമ്പ് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നു ഈ ഒരു കോഴ്സിനെ പറ്റി? ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം അതുലിന് മാച്ചാകുന്ന ഒരു ജോലിയാണ് എന്നുള്ളത് മനസ്സിലൊരു ഉറപ്പില്ലേ ഇപ്പം? എനിക്ക് തോന്നുന്നു. ഒരു ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യാനൊന്നുമില്ല, പക്ഷേ ഒരു മാനേജർ സ്റ്റാഫായിട്ട് നമുക്ക് പ്രൊജക്റ്റിൽ സേഫ്റ്റിയുടെ കാര്യങ്ങൾ പോളിസി നടപ്പിലാക്കുന്ന ഒരു ഓഫീസറായിട്ട് മാറുകയാണ് അല്ലേ? അപ്പം നിങ്ങളോടൊപ്പം പല എഡ്യൂക്കേഷനും ഏജിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നില്ലേ സ്റ്റുഡൻസ്? ഉണ്ടായിരുന്നല്ലേ? എത്രയൊക്കെ പ്രായം വരെ ഉള്ളവരുണ്ടായിരുന്നു? 40 വയസ്സ് പ്രായം ഉള്ളവരുണ്ട്. പല വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ടായിരുന്നല്ലേ? പല വിദ്യാഭ്യാസം സേഫ്റ്റി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം അവരോടൊപ്പം ഇരുന്നിട്ട് ഇപ്പം നമുക്ക് നമ്മൾ ഫ്രഷറാന്ന് തോന്നുന്നില്ലല്ലോ? തോന്നുന്നില്ല. വെരി ഗുഡ്. അപ്പോൾ നമുക്കൊരു ഇനി ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ സക്സസ് ആയിട്ട് ആയി ഒരു ജോലിയോട്ട് പോയെന്ന് പറഞ്ഞാലും ഭയം കൂടാതെ ആ ഒരു കർമ്മപടത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ? ഉറപ്പായിട്ടും പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് തരുന്ന പ്ലേസ്മെൻറ്റിന് ആയിട്ട് ഭാഗമായിട്ട് തരുന്ന ഇതൊക്കെ തരുന്നൊക്കെ എൻക്വയറിയൊക്കെ കൃത്യമായ രീതി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. വളരെ കുറച്ച് ഇപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് തന്നെ ചിലർക്കൊക്കെ പ്ലേസ്മെൻ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ? ഈ ബാച്ചിൽ തന്നെ. ഓക്കെ. അങ്ങനെ ഓരോ ബാച്ച് കഴിയുന്നവരും ഇതേപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ നാട്ടിലോ ഇപ്പം ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെന്ന് പറഞ്ഞാലും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു രംഗമാണെന്ന് ഇപ്പം ബോധ്യമായില്ല. അപ്പോൾ ഇനി വിടാതെ പിടിക്കുക, കൃത്യമായ രീതിയിൽ പിടിച്ചങ്ങ് പോവുക. ഉറപ്പായിട്ടും സക്സസ് ആകുന്നിടം വരെ നമ്മൾ പുറകിലുണ്ടാവും. സേഫ്റ്റി എടുക്കുന്നത് അതാണ് അല്ലേ? ഇപ്പം മദറിന് എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്? കൊടുത്ത് കാരണം പേരൻസിനാണല്ലോ ഉത്കണ്ഠ മക്കളെ പറ്റി. ഈ കോഴ്സ് ചേർത്തേ പിന്നെ എങ്ങനെയുണ്ട്? വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോൻ്റെ മാറ്റത്തിലും. ഓക്കെ. നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട് ഇപ്പം. ഓക്കെ. ഇപ്പം ആശാ മേഡം ആയാലും സാറുമാരായാലും നല്ല കൗൺസിലിങ്ങും ഇടയ്ക്കൊക്കെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു മാനസികമായിട്ട് ഇവരെ കറക്റ്റ് ചെയ്യാനായിട്ട്. അത് ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അതൊക്കെ പുള്ളിക്കാരൻ ഈ മൊബൈലിനോടുള്ള അഡിക്ഷനൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല. ഓക്കെ. ഇവിടെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ടാണ് ഇവർ താമസിക്കുന്നത്, പല ഏജിലുള്ളത്. അപ്പോൾ പലരിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഒരു ലക്ഷ്യം വെച്ച് വരുന്നവരാണ്, എങ്ങനെങ്കിലും രക്ഷപ്പെടണം. ആ ഒരു നമ്മളെപ്പോഴും മാറ്റം ഉണ്ടാകുന്നത് നമ്മളോടൊപ്പം ആരാണോ സഞ്ചരിക്കുന്നത് അവരുടെ പോലെ നമ്മളാകാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ കുറേ നാൾ നമ്മൾ മറ്റേ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നൊരു ഗ്രൂപ്പിനോടൊപ്പം വരുന്നത്, ഇവരെല്ലാം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ. അവരോടൊപ്പം നമ്മൾ നീങ്ങുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സേഫ്റ്റി ടെക്കിലേക്ക് കാലങ്ങളായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം തന്നെ സക്സസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ
വ്യക്തം. ഇപ്പം പുള്ളിയുടെ സഹോദരൻ ഒരാളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചേട്ടനുണ്ട്. ആ, ചേട്ടൻ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡിപ്ലോമ കഴിഞ്ഞ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ഇനി എന്താ പരിപാടി? വീട്ടിലിരിക്കുന്നു. വീട്ടിലിരിക്കാം. ഇപ്പം അതിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? പുള്ളിക്കാരനെയും കൂടെ ഇതിനകത്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും. യെസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്ലേസ്മെൻ്റ് ആക്കിയിരിക്കും. എവിടെ ആക്കിയിരിക്കും? അധികം വൈകില്ല. കാരണം വെച്ചാൽ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്, നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും. കുറച്ച് നാളൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്തേക്കൊക്കെ കൊത്തിക്കൊണ്ട് പോകും. ഏകദേശം 1,00,000-ന് മുകളിൽ തന്നെ സാലറിയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കയറിപ്പോകാൻ പറ്റും. ഒരു 19 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള ഏത് പ്രായക്കാർക്കും, അത് ഏത് എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞാലും, അത് BTech ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, ഡ്രോപ്പ് ഔട്ട് ആയിക്കോട്ടെ, ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, ഏത് വിദ്യാഭ്യാസം ഉള്ളവർക്കും വളരെ പെട്ടെന്ന് തന്നെ നല്ല ഹാൻഡ്സം സാലറി മാത്രമല്ല, നല്ല പവർഫുള്ളാണ്, ഒരു മാനേജ്മെൻറ്റ് സ്റ്റാഫാണ്. ഫിസിക്കലി നമുക്ക് വർക്ക് ചെയ്യാനൊന്നും തന്നെയില്ല. ഫിസിക്കലി വർക്ക് ചെയ്യുന്നവരെ ആ സൈറ്റിലെ ആക്ടിവിറ്റികൾ എങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന പവറാണ്, ഒരു അധികാരമാണ് ഈ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആർക്കും, ഏത് ചെറുപ്പക്കാർക്കും ഇങ്ങനെ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്കാണെന്ന് ആയിക്കോട്ടെ, ഇനി മറ്റ് പല കോഴ്സ് കഴിഞ്ഞവർക്കും ഇതൊരു ആഡ് ഓൺ കോഴ്സായിട്ട് എടുക്കാം. ഇതിനകത്ത് വന്നാൽ പിന്നെ വേറെ ഒന്നിനും പോകില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നെബോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? നെബോഴ്സ് എടുക്കുന്നുണ്ടല്ലോ. ഓക്കെ. നെബോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നെബോഴ്സ് ഈസിയാണ്. അല്ലെ ഡയറക്റ്റ് ചിലർ ഒന്ന് നെബോഴ്സ് പോയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് അത് തോറ്റിട്ട് പോരും. 10,000-60,000 രൂപ ഫീസൊക്കെയാണ്. ഇത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെബോഴ്സ് നമുക്ക് സക്സസ് ആകാൻ സാധിക്കും. അപ്പോൾ നല്ല കമ്പനിയിലേക്ക്, നല്ല സാലറിയിലേക്ക് പോകാനും സാധിക്കും. അതിലും മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ വന്നാൽ പിന്നെ മനസ്സിൻ്റെ ഒരു പ്രശ്നമായിട്ട് വന്ന് ഒരു ജീവിതമായിട്ടാണ് തിരികെ പോകുന്നത് അല്ലേ? ഉറപ്പല്ലേ? ഗ്യാരണ്ടി ആണല്ലോ? കോൺഫിഡൻസ് അല്ലേ? ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള മാറ്റം മാത്രമല്ല, ജീവിതത്തിലും ഒരു സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് മനോമയ ചിന്തകളിലൂടെ പലരും നേടിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാവർക്കും നന്മകൾ തരുന്നു. നന്ദി, നമസ്കാരം.